മോർണിംഗ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അങ്ങനെ ജൂൺ 1 നമ്മൾ ഇടിവെട്ടും മഴയും കേട്ടിട്ടാണ് രാവിലെ ഇരിക്കുന്നത് തന്നെ. ജൂൺ എന്നാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷമായിട്ട് ജൂണിന് 1 തീയതി മഴയൊക്കെ ഉണ്ടാവാറില്ല കേട്ടോ. ഷെഡിട്ടിട്ടില്ലേ? മുഖം മാത്രമായിട്ട് മതി. മുഖം നോക്കട്ടെ രണ്ടാളി. കുട്ടി ചെട്ടിട്ടുണ്ട് അല്ലേ? കുട്ടീനെ ഇന്നലെ ഷോപ്പേര് പോയത് അപ്പം ഉറങ്ങണ ഉറക്കല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ചെട്ടില്ലല്ലോ. മുഖം നോക്കട്ടെ, മുഖം കാലല്ല, മുഖം നോക്കട്ടെ. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഹായ്. ബേപ്പിച്ച് ഇത് പതിവില്ലാത്ത സുഖമായിട്ടുള്ള ഉറക്കമുള്ള. നാളത്തെ കൂടി ഇത്ര നേരം ഇറങ്ങാം, മറ്റൊന്ന് കുളമൊക്കെ ആട്ടെ മക്കളെ. വിഷമല്ല കണ്ണനൊക്കെ കണ്ട് കളിക്കാനുള്ള ഇതിലാ കുട്ടി അല്ലേ? കണ്ണന വേണ്ട, കണ്ണ വേറെ ക്ലാസ്സിലല്ലേ? മോൻ്റെ ക്ലാസ്സിലല്ലേ? ആ പെൺകുട്ടികളൊക്കെ മോളുടെ ക്ലാസ്സിലല്ലേ? ആണുകളും മോളുടെ ക്ലാസ്സിലല്ലേ? അല്ല അല്ല, LKG ആൺകുട്ടികളോ നിൻ്റെ UKG പെൺകുട്ടികളോ അവരുടെ ക്ലാസ്സിൽ നോക്കാ പേരിക്കാ പറയണോക്കാ. പാപ്പ ഉണ്ടാക്കി എന്ത് പാപ്പ വേണ്ട രാവിലേക്ക്? എന്താ ഉള്ളത് അമ്മ ഉണ്ടാക്കി ഓട്ടെ കേട്ടാ. അങ്ങനെ ജൂൺ 1 തീയതി നമ്മൾ മഴയും ഇടിവെട്ടൊക്കെ കേട്ടിട്ട് എനിക്കത് അല്ല കുഞ്ഞാ മഴയുടെയും ഇടിവെട്ടിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് നമ്മൾ എണീച്ചത് തന്നെ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുറത്ത്. ഷർട്ട് ഇടാത്തവരോട് ആരുണ്ടെങ്കിൽ മാറി തരേണ്ടതാണ്. നല്ല മഴയാണ് പുറത്തൊക്കെ. മഴ കണ്ട വേണ്ട വേണ്ട മഴയാണ് മക്കളെ, മഴ. ആ മഴ മഴ അങ്ങനെ രാവിലെ തന്നെ നല്ല ചൂട് കട്ടൊക്കെ കൊട്ട തൊണ്ണൂറുണ്ടാണൊക്കെ തൊണ്ണൂറാ. അങ്ങനെ പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. പൊറോട്ട ഇന്നലെ മേടിച്ചിട്ട് ഒരു 3-4 ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും ഓംപ്ലേറ്റും ഒക്കെ വെച്ചിട്ടൊരു റോള് പോലെ ഉണ്ടാക്കി, ചീസൊക്കെ വെച്ചിട്ട് റോള് പോലെ ഉണ്ടാക്കി. അതപ്പം അന്നേട്ടനും കുണുക്കനും കുണിക്കും പൊന്നും കുഞ്ഞിനും ഒരേ കുറച്ച് കഴിച്ചു കേട്ടോ. അന്നേട്ടൻ 2 റോളും ഫുള്ള് കഴിച്ചു. പിന്നെ 2 റോളിന് എന്താ അവര് ഷേബി ഉച്ചയ്ക്ക് കഴിച്ചില്ല. അപ്പോൾ ഷേബിക്കൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും കഴിച്ചില്ല രാവിലത്തെ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഒത്തിരി പണികളുള്ള ദിവസമാണ്. എന്താ വെച്ചാൽ സ്കൂളൊക്കെ തുറക്കണം. അപ്പോൾ അതിൻ്റെ ഒതുക്കിനും കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്, എന്താ വെച്ചാൽ കുണിക്ക് മീൻകറി ഒന്നും കുണിക്കാൻ കഴിക്കില്ല. അപ്പോൾ പുളിശ്ശേരിക്ക് ഞാൻ കുറച്ച് നാളികേരം ചെരുകി പിന്നെ ഒരു 3-5 വെളുത്തുള്ളി തന്നേക്കാം കേട്ടോ. ഒരു തട്ടിക്കൂട്ടി പുളിശ്ശേരിയാണ് കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ടു. പിന്നെ എനിക്ക് എന്താ പച്ചമുളകാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ കുഞ്ഞ പച്ചമുളക് അങ്ങനെ വലിയ എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാക്കറ്റ് തൈര് ഒഴിച്ചു കണ്ടോ. അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം കേട്ടോ. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഈ പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവപ്പൊടി ഇട്ടാ. ഉലുവപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോഴേക്കും ധാന്യയുടെ മീൻ നന്നാക്കാന്നുണ്ട്. ധാന്യയുടെ മീൻ നന്നാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ വേഗം പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി അടപ്പത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ എന്താ മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചടപടാ എന്താ വെച്ചാൽ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വല്ലാണ്ട് കട്ടിയിലെല്ലാവരും കഴിച്ചത്. അപ്പോൾ ഞാൻ വേഗം ഉച്ചത്തെ പരിപാടി നോക്കട്ടെ. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഉലുവിട്ടു, കറിവേപ്പില വറ്റമുളക് ഇട്ടു. അതൊന്ന് മൂത്ത് വന്നതോട് കൂടിയിട്ട് ഞാൻ അരച്ച് വെച്ച പുളിശ്ശേരിൻ്റെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട്, അരപ്പ് ഒഴിക്കണേക്കാൾ പിന്നെ ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം ഞാൻ ഒഴിച്ചാൽ. എന്താ വെച്ചാൽ ഭയങ്കര ചൂടാക്കണമെങ്കിൽ നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ തൈരല്ല പിരിയും. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ അരപ്പ് ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി അപ്പോൾ എണ്ണയ്ക്ക് ഞാൻ തുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കാച്ചിലരി. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ആയിട്ട് അടിപൊളി പുളിശ്ശേരിയായി. പിന്നെ ഇതവിടെ അന്വേട്ടം മീൻ നന്നൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടിവെട്ടും മഴയൊക്കെ ആയിട്ടത് ഇവിടെ ഭയങ്കര ഇടിയിട്ടാണ്. ഇടിവെട്ടുമ്പോൾ ഞാൻ വെച്ചു പിന്നെ അന്വേട്ടന് മീൻ നന്നൊക്കെ കുറച്ച് പതുക്കെയാണ്, അവർക്ക് ഒരുപാട് സ്പീഡുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ബാക്കി മീൻ ഞാൻ നന്നാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ വേഗം നന്നാക്കാം. അന്വേട്ടയ്ക്ക് കുറച്ച് നാളികേരം ചെരിക്കാനും പറഞ്ഞിട്ട് അന്വേട്ടൻ നാളികേരം ചെരിക്കാൻ പോയി. ഞാൻ കുറച്ച് മീനൊക്കെ ഉള്ളതൊക്കെ നന്നാക്കി വെച്ചു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങൾ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് അടുത്തത്. അങ്ങനെ
വെള്ളം തയ്ച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അതിന് പാത്രങ്ങൾ കഴുകാട്ടോ. എന്താ വെച്ചാൽ ഓരോരോ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ തൊട്ടി നിറച്ച് പാത്രങ്ങളാവും കേട്ടോ. അതിനൊരു ക്ഷാമമില്ല. ഹോട്ടലിലെ പോലെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഒരു ദിവസം കഴുകിണ്ടാക്കുന്നുണ്ടാവും. എത്ര പ്രാവശ്യം പാത്രം കഴുകാമെന്ന് നമുക്ക് തന്നെ അല്ല, അത്രയും പ്രാവശ്യം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ 1-2 പ്രാവശ്യം കഴുകി വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. അത് വീണ്ടും അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞ് വരികയുള്ള പരിപാടി കേട്ടോ. അപ്പം മീൻ എണ്ണത്തിന് കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറക്കാനും വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ മീൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരിക കേട്ടോ. അതിൽ വരിക പക്ഷേ അത്ര നല്ല മീനൊന്നും അല്ല കേട്ടോ. അത്ര ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മീൻ. പിന്നെ നമ്മൾ എരിയും പുളി ഉപ്പൊക്കെ ഇട്ട് വറക്കണ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, അല്ലാണ്ട് പ്രത്യേകിച്ച് മീനിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അയില ഏകദേശം വരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കപ്പോൾ ഒന്നുകൂടി ഒരൊറ്റ പ്രാവശ്യം കൂടി കഴുകി കഴിഞ്ഞാൽ നമുക്ക് മസാല പറ്റാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ പിന്നെ കറിക്കുള്ള മീൻ ഞാൻ 2 പ്രാവശ്യം കഴുകി വെച്ചാണ്. ഒന്നുകൂടി ലാസ്റ്റത്തെ അത് ട്രിപ്പ് കൂടി കഴുകി അത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീർ ചില്ലി, ഉപ്പ് ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ മസാല പുരട്ടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ നേരത്തെ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ, ഉപ്പൊക്കെ കറക്റ്റാണ്. അങ്ങനെ നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ പുരട്ടി വെച്ചു. ആ ചട്ടി കഴുകി അരിക്ക് തന്നെ കറി വയ്ക്കാനുള്ള മീനും കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടു കേട്ടോ. പിന്നെ നമ്മുടെ മീൻ കറിക്കുള്ള കൂട്ടിട്ട് അപ്പോൾ കുറച്ച് നാളികേരം 2 പിടി നാളികേരം ഇട്ടു. അരിക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ട് നന്നായി ചാന്ത് പോലെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ പോയി കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല, കാശ്മീർ ചില്ലി പൗഡർ ഒന്നും, ഒരു സാധാരണ മുളകും പൊടി 2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാളികേരം ഇട്ടാണ് കേട്ടോ അരച്ചത്. പിന്നെ ഒരു 3-4 കുടംപുളി ഓടുന്ന് കഴുകി വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ മീൻ നമ്മൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഈ ചട്ടി അടപ്പത്ത് വയ്ക്കാട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കറി വയ്ക്കുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ. അങ്ങനെ ഈ ചട്ടി അടപ്പത്തൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ അല്ല, ഇത് വെള്ളം വറ്റുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടിയതിൻ്റെ ശേഷമാണ് വെളുത്തുള്ളിയിലെ ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചിട്ടു കേട്ടോ. ചതച്ചിട്ട് അതൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ടു, കറിവേപ്പിലിട്ടു. പിന്നെ അതുകൊണ്ട് മൂത്ത് വന്നതിന് ശേഷമാണ് ഈ അരപ്പ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരപ്പ് ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ്. അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് എത്ര ഗ്രേവിയുടെ കട്ടിയും കാര്യങ്ങളൊക്കെ അറിയാം, അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി തിളച്ചതിന് ശേഷം കേട്ടോ നമ്മൾ മീനിടുന്നത്. അപ്പോൾ ഇതായത് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നു. തിളച്ചപ്പോൾ നമ്മൾ അയില കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. പക്ഷേ ഇങ്ങനെ മീൻകറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മീൻ അത്ര നല്ലതല്ല, എന്നിട്ടും ആ ചാറ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാളയോട് ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും നല്ല ഇഷ്ടം. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ചോറ്റുപാത്രത്തിലാക്കി വിടാൻ പറ്റിയതാണ് കേട്ടോ ആ അച്ചാർ. അങ്ങനെ നമ്മൾ 3-4 ചെറിയ സവാളകൾ എടുത്തു. അങ്ങനെ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞു കേട്ടോ. ഒരുപാട് കനം കുറയ്ക്കേണ്ട, കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ടതിൻ്റെ ശേഷം നമ്മളതിലേക്ക് വിനാഗിരി ഇല്ലേ, സൊർക്ക വിനാഗിരി എന്നൊക്കെ അല്ല, അത് കുറച്ച് ഒഴിക്കുക കേട്ടോ. അത് നമ്മളെ പുളിക്കനുസരിച്ച് സൊർക്ക ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ടു, പിന്നെ സൊർക്ക ഒഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് കഴിച്ച് കഴിയുമ്പോൾ സൊർക്ക കുറച്ച് കുറവ് വന്നപ്പോൾ ഒരു തുള്ളി കൂടി സൊർക്ക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളിയൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ സാമ്പാർക്കായും ഉലുവപ്പൊടിയാണ് ഇട്ടത്. പിന്നെ കുറച്ചുണ്ട് മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, സാധാ മുളക് പൊടി കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ മുളക് പൊടി അങ്ങനെ ഇട്ടാം കേട്ടോ. അത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സവോളയും വിനാഗിരി ഉപ്പും എല്ലാം മുളകും കായും ഉലുവ ഒക്കെ ഒന്ന് ശരിക്കും പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എരി കുറവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരിയും കൂടി കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി മുളക് പൊടി ഇടാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയാണ്. ഒരു തരിയും കൂടി കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് സെറ്റായിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി. മീൻ കറി കാണുമ്പോഴാണ് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇങ്ങനെ മീൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല മീനൊക്കെ ആണെങ്കിൽ അടിപൊളിയും. ഇന്നത്തെ അതിൽ അത്ര പോലെയെങ്കിലും ചാറ് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റായി. അത് നമ്മളിനി ഉള്ളി ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞു, അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊണ്ടിട്ട് വണക്കി കാച്ചി കൂട്ടുക കേട്ടോ. നമ്മൾ ഈ അരപ്പ് ഒഴിച്ചുണ്ടാക്കുന്ന മീൻ കറി എപ്പോഴും കാച്ചുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. മുളകിട്ട കറിയാകുമ്പോൾ പിന്നെ കാച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക, കറിവേപ്പില വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചെയ്യുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, അതുണ്ടായത്. അപ്പോൾ നമ്മൾ മീൻ കറി കാച്ചെല്ലാം കറി ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇട്ടാൽ ഇത് 3 ഇട്ടിട്ടാണ് നമ്മൾ
കാച്ചിയത്. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ ഇനി അടുത്തത് നന്നായി ഇളക്കി 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 സെറ്റ് ചെയ്യണത്. ഇപ്പോൾ വന്ന കൈകൾ എൻ്റെ അല്ല, പൊന്നുവിൻ്റെയാണ്. പൊന്നു റൂമിലായിരുന്നു വന്നപ്പോൾ ഇത് എന്താ അമ്മ അച്ചാറാന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കണം വേണ്ടിയിട്ടാണ്. അവർക്കൊക്കെ ഈ സബോളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ചാറിനതും സലാഡിനതൊക്കെ ഇവർക്ക് ഇഷ്ടമാട്ടോ. ഇത് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് പുറത്ത് ഡെപ്പൻ അടച്ച് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്കല്ല ഇഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ അതിൽ കാച്ചിയതിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു പിടി വെളുത്തുള്ളിയും കൂടിയിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് കേട്ടോ അച്ചാറിന് ഞാൻ കാച്ചി കൊട്ടിയത്. അപ്പം ഞാൻ കണ്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇതേ നമ്മൾ മീൻ വറക്കാട്ട് ഭയങ്കര ഇടിവെട്ടും മഴ കറണ്ടൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പിള്ളേരെ പണിയെടുക്കാൻ വിളിക്കാറില്ല. അവർ ആ റൂമിലൊക്കെ ആവും, ഭക്ഷണം കഴിച്ച റൂമിലും പിന്നെ കുറേ കഴിയുമ്പോഴൊക്കെ ഏഞ്ചാണ്. അപ്പോൾ ഇന്ന് പണിയെടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് കേട്ടോ. ഇന്ന് എന്തായിരിക്കും ഇഷ്ടംപോലെ പണിയുള്ള ദിവസം. എന്താ വെച്ചാൽ ഞാൻ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞ് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നൊന്ന് വരും അമ്മയ്ക്ക് കുറച്ച് പണി സഹായിച്ചു ചോദിച്ചു. അപ്പോൾ പൊന്നു ചോദിച്ചു എന്താ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയേട്ടേക്ക് മാമ്പഴം മുറിച്ച് കൊടുന്ന് തരും കേട്ടോ. നല്ല അടിപൊളി മാമ്പഴം പ്യൂറിൽ തന്നെ കേട്ടോ. പ്രിയൂർ നല്ല ടേസ്റ്റിൽ പ്രിയൂർ വാങ്ങിയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഞാൻ നേട്ടനും കൂടി കഴിച്ചു. ചില നേരത്തെ പിള്ളേർക്ക് വേണ്ട, അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പിള്ളേർ കഴിച്ചില്ലേ? കൊടുത്തു, കഴിച്ച എല്ലാവർക്കും എടുത്തുണ്ടല്ലേ. അത് വലിയ മാങ്ങിയായിരുന്നു കേട്ടോ, ഒരു അരക്കിലാണെങ്കിൽ ഉണ്ടാവില്ല ഒരെണ്ണം അവരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പൊന്നു അപ്പോൾ പൊന്നിനോട് പറഞ്ഞു കുറച്ച് മീൻ കൂടി ഉണ്ട്, അത് വറുത്തെടുക്കണം, മുതിരപ്പേരി കാച്ചണം. മുതിര ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചും കൊടുത്തു, കാച്ചണം. പിന്നെ അമ്മ മോര് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അടക്കി വെക്കണം. അപ്പോൾ അവൾ പറഞ്ഞാൽ ശരി ഞാൻ ചെയ്തോളാം അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല അമ്മ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ ഞാൻ അവരോട് പണിയെടുപ്പിക്കാറില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടപ്പോൾ വന്ന് ചെയ്യുക എന്നല്ലാണ്ട് ഞാൻ പറയാറൊന്നുമില്ല. അപ്പോൾ പൊന്നു പേടിച്ച് വേറെ ഒന്നുമില്ല, ഭയങ്കര ഇടിവെട്ടും വെള്ളം. ഞാൻ ആ ഇടിവെട്ടിനായിട്ട് ഞാൻ ഇറങ്ങി ഓടി സച്ചിന് അടുക്കളയിൽ ആളിലേക്ക് എത്തി. അങ്ങനെ അതിൻ്റെ എവിടെയായിരുന്നു ആ ഇടിവെട്ടുമ്പോൾ ഭയങ്കര ഇടിവെട്ട്. ഈ ആശയം ഈ ഇടിവെട്ടിനകത്തൊക്കെ മുറ്റത്ത് പോയി നിൽക്കും. അങ്ങനെ പൊന്നു അപ്പുറത്ത് മീൻ വറക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു അവസ്ഥ നോക്കിട്ടോ. ആശാത്തി മീൻ വറക്കാൻ എടുക്കാൻ പോകുമ്പോഴേക്ക് വെളുത്തുള്ളി, പക്ഷേ ഉപ്പേരിക്ക് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്നുമില്ലല്ലോ, ഒന്ന് മൂപ്പ് കൂടിയെന്നുള്ളൂ. അത് പൊന്നു ജസ്റ്റ് ഒന്ന് ആ മീനിൻ്റെ ഇതിലേക്ക് ശ്രദ്ധ പോയി കണ്ടാ, മീനിലേക്ക് ശ്രദ്ധ പോയിട്ട് എന്നിട്ട് നോക്കട്ടാ പണിയെടുക്കണ്ട. അങ്ങനെ മൂത്തു. അപ്പോൾ പൊന്നു കളയാൻ പോയപ്പോൾ ഞാൻ കളയണ്ടെന്ന് വെച്ചാൽ ഒരു പിടി വെളുത്തുള്ളി അച്ഛൻ കഷ്ടപ്പെട്ട് നന്നാക്കി എന്താണ്. അപ്പോൾ ഞാൻ കളയണ്ട, എനിക്ക് മുളകും കൂടി ഇട്ട് തരി ഓയിലും കൂടി വെച്ചാണ്. ഓയിൽ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇടിവെട്ടിട്ടിട്ട് അത് ഞാൻ കിടന്ന് ചൂടണത്. ആ മുതിരൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതേ സെറ്റായി നമ്മുടെ മുതിര കണ്ട. പക്ഷേ കഴിക്കുമ്പോൾ അറിയണില്ല ഇല്ലല്ലോ ചേട്ടാ, തീരെ അറിയണില്ല ചേട്ടാ. അങ്ങനെ നമ്മൾ പുളിശ്ശേരിയായി, മീൻ കറിയായി, മുതിരപ്പേരിയായി, മീൻ വറുത്തതായി, സബോള അച്ചാറായി അല്ലേ. അതിനിടെ ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ട് അത് പുളിച്ചൊന്ന് മണത്ത് നോക്കിയതാട്ടോ. കുറച്ചും കൂടി പാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറവിച്ച് വെച്ച് വേറെ ഡപ്പയിൽ കൊണ്ടുപോയിട്ട് എന്താ ചേട്ടാ സൂപ്പർ കറികളായിരുന്നു. എല്ലാം തല്ലിക്കൂട്ടാണ്, നമ്മൾ എത്ര ചെലവ് ചുരുക്കിയ സാധനങ്ങളാണ്, എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം തട്ടുകൂട്ടിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് മഴയും ഇടിവെട്ടൊക്കെ ആയതുകൊണ്ട് നേരം കൊണ്ട്. പിന്നെ രാളേക്കില്ല ഇഡ്ഡലിക്കില്ല അത് ഇട്ട് വെച്ചാട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു. അപ്പോൾ ഞാൻ തുണികളൊക്കെ മടക്കാൻ പോയിട്ട് തുണികളൊക്കെ മടക്കി കഴിയുമ്പോൾ അതിനായിട്ട് കുണുക്കിന് കുടിക്കുകയും ചോറ് എടുത്തോളുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഊണ് കഴിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് കഴിക്കണം. അതിനായിട്ടുണ്ട് പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷം കഴിക്കാൻ. പക്ഷേ എനിക്കിന്ന് ഭയങ്കരമായിട്ട് വിശന്നു. ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തു, മീൻ വറുത്തതെടുത്തു. എനിക്ക് ഇഷ്ടമായിട്ട് ഇന്നത്തെ ഊണ് ആ പുളിശ്ശേരിയും ഈ മീൻകറിക്ക് സത്യം പറഞ്ഞാൽ നല്ല വെട്ടുമീൻ ഇങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അയില ചൂര. പക്ഷെ ഇന്നലെ കിട്ടിയ അയില നല്ലതായിരുന്നു, അതാണ് മുളക് ഇട്ട് വെച്ചു അല്ലേ, നല്ല അയിലായിരുന്നു. അങ്ങനെ പക്ഷേ മീൻകറിയുടെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ. പിന്നെ നമ്മുടെ പുളിശ്ശേരി, മീൻകറി പുളിശ്ശേരി കൂടെ ഒരുമിച്ച് വയ്ക്കുക, അത് വേറെ ലെവലാണ്. അത് ഞാൻ കൊല്ലക്കാരുടെ നിന്ന് പഠിച്ച ശീലം കേട്ടോ. ചേട്ടൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോയപ്പോൾ കൊല്ലത്തുള്ളവരുടെ കൂടെ ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അവർ ആണ് ഈ ഒഴിച്ചിക്കറി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ അച്ചാർ തീർന്നു, ഇനി ഒരു തരിയും കൂടെ ഉള്ളൂ. എൻ്റെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ചപ്പാത്തി ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ അച്ചാർ. അങ്ങനെ നമ്മളിത് ചോറൊക്കെ ഇട്ടു. അഞ്ഞേട്ട് അവിടെ പിള്ളേർക്ക് കൊടുക്കാൻ റൂമിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് ശരിയാണ് ഹാളിൽ ഇരിക്കാറ്. പക്ഷേ ഇന്ന് അഞ്ഞേട്ട് റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഇരുന്നു. പിന്നെ മുളകൊക്കെ ഒന്ന് പിഴിഞ്ഞു, പുളിശ്ശേരിയിലെ മുളകൊക്കെ ഒന്ന് പിഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല വിശപ്പായി അത് കണ്ടപ്പോൾ. ഇന്ന് സത്യം പറഞ്ഞാൽ ചോറ് കുറവായിട്ട് രാത്രിക്ക് ചോറില്ല. അങ്ങനെ ഞാൻ 4 മണിയാകുമ്പോൾ കൊള്ളിയൊക്കെ പുളി കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ നമ്മുടെ പുളിശ്ശേരി മീൻകറി കൂടി കുഴച്ച് കുറച്ച് മുതിരപ്പേരും മീൻ വറുത്തതും ആ സബോളയുടെ കഷ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പറഞ്ഞേട്ടാ സ്വർഗമമ്മ സ്വർഗം എന്ന് പറഞ്ഞത് അല്ല തട്ടിക്കുട്ടിക്കാരായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കലായിരിക്കും നമ്മുടെ പണി നടക്കാത്ത സത്യം പറഞ്ഞ മീൻ നല്ലതല്ല പുളിശ്ശേരി ഒക്കെ തട്ടി കൂട്ടിയിട്ടാ വെച്ചത് എന്റെ ഇഷ്ടതാരല്ല മുതിരപ്പേരി അതുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം പുളിശ്ശേരിക്ക് ഇഷ്ടമല്ലോ, പിന്നെ അച്ചാർ എനിക്ക് ഇഷ്ടമാണല്ലോ. സബോള അച്ചാറായി ഇപ്പൊ ഒന്നുകൂടി ഇഷ്ടമായി. പുളിക്കണില്ലല്ലോ, വാങ്ങിക്കാകുമ്പോ പുളിക്കൊന്നും പേടി പല്ല്. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഞാനും എന്നോട് കണ്ടത്ത് കൊണ്ടുപോയി മടക്കാൻ കൊണ്ടിട്ട് തട്ട കട്ടു പകുതി മടക്കി അലമാരി കയറ്റിയപ്പോഴാണ് എനിക്ക് വിശന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഊണ് കഴിച്ചിട്ട് മടക്കാന്ന് വെച്ചിട്ട് എൻ്റെ പുറത്ത് തന്നെ ഏട്ടുണ്ട് കേട്ടോ ചോറ് ഉണ്ണൂടെ ഞാൻ ചേട്ടനോടാണ്. അല്ലല്ലോ ആരാ പറഞ്ഞ ഷർട്ട് ഇട്ടില്ലാന്ന് ഇതായിരിക്കും നോക്കിയൊക്കെ ആശ സൂപ്പർ സ്റ്റാർ ഗുണ്ടലൊക്കെ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അച്ചാറിൻ്റെ റെസിപ്പി ഞാനാ പറഞ്ഞിട്ട് ഇല്ല പെട്ടില്ല. അത് ആ സമയത്ത് ഭയങ്കര ഫാൻ്റെ ശബ്ദം കണ്ട എൻ്റെ തലയില് മുടി പോകണുണ്ടായിട്ട് നിങ്ങൾ കണ്ടോ നോക്കിയേ. എന്താവോ എന്തോന്ന് ഈ സ്റ്റഡി ടേബിള് പിള്ളേരുടെ ആയിരുന്നു കേട്ടോ, പഴയതാ. ഇങ്ങനെ മരുന്നില്ല കണ്ടാ പോയി എന്റെ ഡോർ പൊട്ടി അവളുടെ കുഞ്ഞിന്റെ ഇതിന്റെ ഡോറും പോന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇത് പിന്നെ ബുക്ക് എടുത്തേക്കുന്ന സ്ഥലം വേണ്ട കൊണ്ടുവന്നു. അപ്പൊ ആ ബുക്ക് ക്ലീൻ. ഇപ്പം ഇത് കുണുക്കൻ്റെ ബുക്കുകൾ, ഇത് കുണിക്കിൻ്റെ ബുക്കിൽ ഇത്ര ബുക്കേ ഉള്ളൂ. പിന്നെ അവരുണ്ടാക്കുന്ന പൗച്ച്, ബോക്സ്, പെൻസിൽ ഒക്കെ അത്യാവശ്യം നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ചേച്ചി നമുക്ക് കൊടുത്തേക്കുന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മള് മേടിച്ചതും ചേച്ചി കൊടുത്തേക്ക് ചിന്തിച്ച്. അപ്പൊ അങ്ങനെ എല്ലാ പ്രാവശ്യം ഞാൻ സ്റ്റീലിന്റെ ചടവുള്ള സ്റ്റീലിന് അങ്ങനത്തെ മേടിക്കാതെ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വാട്ടർ ബോട്ടിൽ ഇല്ല, സ്റ്റീലാണുള്ള പക്ഷെ കാണാൻ പുറത്തുള്ള സ്റ്റീലാട്ടോ. ഒക്കെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനിയൊക്കെ കറക്റ്റ് സ്ഥലം ഒരു ദിവസം കൂടിയുള്ള സ്ഥലമൊക്കെ ഒരു ദിവസം കൂടിയുള്ള ഒരു ദിവസം കൂടിയുള്ള ആ കുപ്പിയെ തിരിച്ചു വെക്കണം. ആ കുണുക്കനാട് തുടച്ച് വൃത്തിയാക്കിയത്. ഓക്കെ. അപ്പൊ ആ സൈഡിലേക്ക് എന്തോ ഇരിക്കണ്ട, അത് വീഴൂട്ടപ്പോ. അല്ല അതിന്റെ അടിയിൽ ചോറ്റും മാത്രം ഇരിക്കുന്ന സാധനം. രണ്ട് സ്റ്റീലിന്റെ കൈകാലത്ത് ഇരിക്കുന്നുണ്ട്, അതൊരു കുഴപ്പമില്ല. വേഗാതിരിക്കാം. ഈ സൈഡാണ് വെളിച്ചില്ലാത്തത്. ഇവിടെ വെളിച്ചം വട്ടം വെളിച്ചൊന്നും ഇല്ലാത്ത ഏരിയയാണ്. എന്റെ റൂമിന്റെ സൈഡാ, എന്റെ റൂമായിട്ട് സൈഡില്. അത് ആ റൂം കാട്ടിയാൽ നിങ്ങൾ ഞെട്ടും. അതിപ്പോ ഞാൻ അവിടെ അല്ലല്ലോ എന്നെ എടുക്കാറ്, ഞാൻ അല്ലല്ലോ എടുക്കാറ്. എല്ലാവരുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ കൊണ്ടുവിടും. പിന്നെ ഞാൻ എന്ത് ചെയ്യാ? ഇതൊക്കെ ഞാൻ അടുക്കളയിലേക്ക് മാറൂട്ടാ. വാട്ടർ ബോട്ടിൽ ഉടയ്ക്കും, കടക്കളേക്ക് വരും. വാട്ടർ ബോട്ടിൽ അടുക്കളയിലേക്ക് പോകും. 2 ബോക്സ് കൂടി ഉണ്ട്, അത് മേളില കൊടുക്കാൻ മേലുന്ന ബോക്സ് എടുത്തിട്ട് വന്നടാ. ലഞ്ച് ബോക്സ് ആ ചേച്ചി അയച്ചത്. ഒരു സ്റ്റാറ്റ്സ് ബോക്സ് താഴ്ത്തിരിക്കണ്ടോ ബുക്കിൻ്റെ അവിടെ. ആ സ്റ്റീലിൽ അങ്ങനെ നീക്കി. ഇതൊക്കെ നല്ല ഭംഗി. അവർക്ക് ഇങ്ങനെ കൊറേ കാണുമ്പോ സന്തോഷം തന്നെയാ. അവർക്ക് അതായത് നമുക്കൊക്കെ നമുക്ക് നല്ല ഇവർക്കായാലും ഓരോന്നിനെ മേടിക്കാമല്ലോ കേട്ടോ. ഇപ്പൊ ഒരു ലഞ്ച് ബോക്സും ഒരു പിന്നെയും ചിലപ്പോ 2-3 കൊല്ലൊക്കെ അവരൊക്കെ 2-3
ഒരേ പാത്രം തന്നെയായിരുന്നു. ഒരേ പാത്രം തന്നെയായിരുന്നു. കുറെ നാള് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാകുമ്പോ നമ്മൾ കുറെ നാള് യൂസ് ചെയ്യല്ലോ. അപ്പൊ ഇതൊക്കെ ആ ചേച്ചി കൊടുത്തയച്ചാലാട്ടോ നമുക്ക് ഇത്രയും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് തീരെ വലിച്ചില്ല കേട്ടോ, ഭയങ്കര ഇത്. നല്ല ശക്തിയായിട്ടുള്ള മഴ പിന്നെ ഞാൻ അടിച്ചു വരണോ? ഞാൻ അടിച്ചു വരാം. കുനിയുണ്ടോ? ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. മഴ കാരണം പുറത്തിറങ്ങിയില്ല. എന്നാലും മഴ പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഇനി ഇത്ര കള്ളികൾ ഒഴിവാക്കിയിട്ട് കൊടുക്കുക, യൂണിഫോം വയ്ക്കാതെ കള്ളി ഒഴിവാക്കുക, മേടിച്ച സാധനങ്ങളൊക്കെ സദാ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇനി ഒരു ചടങ്ങാണ് സ്കൂള് തുറന്ന. ഇയാള് നല്ലൊരു ഗുസ്തി വേണം. അത് കുണിക്ക് കൂടുതൽ കുണിക്ക് പോയിട്ടൊന്ന് ഏയ് അങ്ങനെ അലമാരൊക്കെ ഒതുക്കലും ഡ്രസ്സ് ഒതുക്കലും അലമാര ഒതുക്കലും സ്റ്റഡി ടേബിൾ ഒതുക്കലും വീടാകെ പേരൊക്കെ അടിച്ചിട്ട് കൊടുത്തു, മിറ്റടിച്ചിട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പൊന്നു വിശക്കുന്നുണ്ട് പറഞ്ഞ് നടക്കുന്നുണ്ട്. ബാക്കി ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. ഞങ്ങളൊന്നും രാവിലെ ഒന്നും കഴിക്കാത്തതും നേരത്തോടുകൂടി ഭക്ഷണം ഉച്ചത്തോട് കഴിച്ചതല്ലേ. പിന്നെ രാത്രിക്ക് ചോറ് കുറച്ച് കുറവാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വയറ് നിറയ്ക്കാം എല്ലാവരും, എന്നാലും ഒതുങ്ങുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറച്ച് കപ്പയൊക്കെ എടുത്തു. ഒരു 3 കിലോ കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു 1.5 കിലോ എടുത്തിട്ടുണ്ടാവില്ലേ? 1.5 കിലോ ഉണ്ടോ? ഇല്ല 1 കിലോയ്ക്ക് തന്നെ ഉണ്ടോ? 1 കിലോ. അതെ, 1 കിലോ കപ്പ എടുത്തു. അത് പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ചുവന്നുള്ളിയും പുളിയും വെളിച്ചെണ്ണയും ഉപ്പും കാശ്മീർ ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും നല്ല പച്ചവെളിച്ചെണ്ണ കൂട്ടി അങ്ങനെ ചതച്ച് ഇവിടെ ചമ്മന്തി മാത്രം മതി. കപ്പയ്ക്കായാലും ചോറിലേക്ക് സൂപ്പറാണ് ഈ ചമ്മന്തി. ചീനമുളക് വേണം. അതിൻ്റെ അമ്മ ഉണ്ടാക്കേണ്ട ചമ്മന്തി തന്നെയില്ല. അതല്ല, നിങ്ങൾക്ക് അത് ഞാൻ ചോറും തരും ചമ്മന്തി തരും ശരിയാക്കി രമേശ. 25 വർഷമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാക്കി അയച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ കുറ്റം പറയാല്ലേ? കുറ്റന്നെ അങ്ങനെ എന്താ മനുഷ്യൻ ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് കുഴപ്പം ഇപ്പം പറയണം. ഓയ് അതെ, ഞാൻ പറയിപ്പിച്ചതല്ലേ. അങ്ങനെ കുറച്ച് കല്ലുപ്പ് പിടിച്ചായോ? അങ്ങനെ ഇത് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കുന്നുണ്ട്. നേരത്തെ കൂടിയിട്ട് എന്താ വെച്ചാൽ കറണ്ട് പോവുക. പിന്നെ മഴക്കാലമല്ല, പുളിക്കണമെങ്കിലും കുറച്ച് താമസമാവും. പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ മാവൊക്കെ അരച്ച് വെച്ചാലാണ് നമുക്ക് ഇഡ്ഡലി മാവൊക്കെ പൊളിച്ച് കിട്ടുള്ളൂ. തണുപ്പല്ലേ. പിന്നെ കറണ്ട് പോയിട്ട് വിട്ട് മഴ. അപ്പോൾ ഞാൻ വേഗം അത് പണി ഒരു 6:30 ആയിട്ട് ആ നേരത്ത് ഞാൻ അതൊക്കെ കഴുകി പാത്രത്തിലാക്കി കൊടുത്തു. കുഞ്ഞനോ പൊന്നോ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രണ്ടാളും ഒരാളാണ് അപ്പുറത്ത് കട്ടൻ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാനിത് അരച്ചു കൊണ്ടുപോയി ഞാൻ പാത്രങ്ങളൊക്കെ പറഞ്ഞു. ഞാനിതിൻ്റെ ശേഷം 2 പ്രാവശ്യം വന്ന് പാത്രം മോറി പോയിട്ടാണ് ഞാൻ അടക്കള ക്ലീൻ ആക്കിയിട്ട് പോയി അടക്കല. വീണ്ടും ഇവർ ചോറിനും ഇവർ വലിച്ചടിക്കുകയാണ്. എൻ്റെ ഭക്ഷണമൊക്കെ എടുത്തതിന് ഒരു വറ്റി ചോറ് പോലും പാതിപുറത്ത് കിടക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പണിയുടെ നടക്കണ പാട്ടക്കടൊക്കെ കന്നാരി ചന്തയായി കിടക്കുക. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ അരച്ച് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ആ നേരം കൊണ്ട് നമ്മുടെ കൊള്ളിയൊക്കെ വെന്ത് സെറ്റായി. അതായത് കൊള്ളിയിൽ 2 തരം ഉണ്ടായിരുന്നു. ഒരു തരം പെട്ടെന്ന് വെന്തിട്ട് ഇതൊക്കെ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റുള്ള കൊള്ളിയായിരുന്നു അല്ലേ കേട്ടോ. വേറൊരു 2 കൊള്ളി തീരെ വെന്തില്ല. അതിനായിട്ട് ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റി. അപ്പോൾ ഞാൻ ഈ വഴി പോയപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അപ്പോൾ ഈ പൊന്നൂർ അമ്മ എനിക്കൊരു വായ താഴ്ന്നു. അപ്പോൾ പൊന്നൂർ ടേസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കാർത്തുമോൾക്ക് മേത്തേക്ക് ചാടി ചെയ്യുന്നു. ആരും എന്ത് കഴിക്കുകയാണെങ്കിൽ കാർത്തൂന് ആദ്യം വേണം കേട്ടോ. ഞാനിപ്പോൾ എന്ത് ഭക്ഷണം ഇട്ടാലും ആദ്യം കാർത്തൂൻ്റെ വായിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എരിവല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ കാർത്തൂന് വെച്ച് കൊടുക്കാഞ്ഞത്. അപ്പോഴേക്കും ഗുസ്തിയായപ്പോൾ ഞാൻ വേഗം കൊള്ളി മാത്രം. ചൂടാണ്, നല്ല ചൂടാണ്. പിന്നെ അപ്പോൾ ഞാൻ വേഗം കൊടുത്തപ്പോഴാണ് ആശാത്തിക്ക് ഒരു സമാധാനമായത്. അല്ലെങ്കിൽ എന്നെ തല്ലി കൊന്നേനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കപ്പയും കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. പണ്ടത്തെ എൻ്റെ വരടിയ വീട് ഓർമ്മയുടെ അടുത്തൊക്കെ ചീനമുളക് ചമ്മന്തി. ഇത് കൂടുതൽ രസം ചീനമുളക് കിട്ടാനില്ലാത്താനും അഡ്ജസ്റ്റ് ചെയ്യുന്നു.
പറമ്പിലുണ്ട്. മഴയത്താണോ? ഇവിടെ വീഡിയോ എടുക്കണ്ടേ? നല്ല മധുരമുള്ള ചായയും എങ്ങനെയുണ്ട്? കുറച്ച് മധുരം കുറവ്. ഞങ്ങൾക്ക് മധുരം ഇടണം. നിങ്ങൾക്ക് ഇരട്ടി ഉണ്ട്. എന്നിട്ടാ വായോ എന്നാണ്ട് ചായ ഇതിന് വലിയ ദ്രോഹം ഇത് നമ്മൾ ചെയ്യാനില്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചു. എൻ്റെ ബാക്കിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞൊക്കെ മുന്നേ എല്ലാവരും വന്നിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുന്നേ വീഡിയോ എടുക്കാൻ വന്നിരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകട്ടെ. അപ്പം ഞാൻ ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഫേസ് മാത്രം എൻ്റെ കൈയും കാലമൊക്കെ ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിയേറ്റിൻ്റെ അളവ് എങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ എന്നറിയില്ല. എല്ലാ കാരണങ്ങളും എന്നെ ബാധിക്കുമ്പോഴൊക്കെയാണ് എന്നെ വരിക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ടെൻഷനായിട്ട് ഇരിക്കുന്നില്ല എന്നിട്ട് നമ്മൾ പ്രശ്നമുണ്ട്. പോട്ടെ, നേരം കുറവുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓറഞ്ച് നീരൊക്കെ പിഴിഞ്ഞ്, ഓറഞ്ച് അല്ല മൂസമ്പിയുടെ നീരട്ട പിഴിഞ്ഞിട്ട് കുറച്ച് കടലമാവൊക്കെ ഇട്ട് ഞാൻ ഫേസിലൊന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഫേസിന് ഇങ്ങനെ തൊടുമ്പോൾ നല്ല മിനുസായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ച് എന്നും ഇട്ട് കഴിഞ്ഞാൽ ഫേസ് നല്ലൊരു മിനുസും ഗ്ലോയൊക്കെ വരും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കട്ടകളില്ലാണ്ട് നന്നായി ഇളക്കി സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പിടിക്കില്ല. അപ്പോൾ കുറച്ചുകൂടി ഞാൻ പൊടിയൊക്കെ ഇട്ടു സെറ്റാക്കി ഒരു കട്ടി രൂപത്തിൽ. അങ്ങനെ അതെ ഏകദേശം സന്ധ്യ ആയിട്ടാണ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് സന്ധ്യ നേരെ വേറെ ഒന്നുമില്ല. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇത് പരിഗണിച്ച് കുറച്ച് പണികളും തിരക്കിലൊക്കെ ആയിരുന്നു. അത്യാവശ്യം തിരക്കിലായിരുന്നു കേട്ടോ. കാണാം നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് നോക്കാമെന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിവസം നമ്മളിങ്ങനെ ഇട്ട പാക്കറ്റ് ഇടുമൊന്നുമില്ല, മാറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടു കേട്ടോ. നമ്മുടെ ഉള്ള കയ്യിലനുസരിച്ചുള്ളതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ മൂസമ്പിയുടെ നീരും കടലമാവ് കേട്ടോ. കുരു വരില്ല കേട്ടോ. ഇത് പറ്റി കഴിഞ്ഞാൽ ഫേസിൽ കുരുക്കളുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുരു വരുന്ന പേടിക്കേണ്ട എല്ലാം മൂസമ്പി ആകാനും കുരുക്കൾ വരില്ല കേട്ടോ. അതായത് മുഖക്കുരു ഉള്ളവർക്ക് പറയട്ടെ. മുഖക്കുരു എനിക്ക് നിറച്ച് മുഖക്കുരുയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ ഹോളുകളുണ്ട് പണ്ട്. അതായത് ഒരു 12, 14 വയസ്സ് ആ കാലഘട്ടം എനിക്ക് 2 സൈഡിലും കുറച്ച് ശേഷം ഇങ്ങനെ കവളത്ത് മുഖക്കുരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറേ തേച്ചിട്ടും ഇത് തേച്ചിട്ടും ഒന്നും മാറിയില്ല. പിന്നെ എനിക്ക് വിഷമായി. പക്ഷേ എൻ്റെ അന്വേട്ടൻ്റെ ഞങ്ങളുടെ കല്യാണ സമയത്ത് കല്യാണത്തിനേക്കാൾ 3-4 മാസം മുന്നേ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ഫേസിലേക്ക് കക്കണ വേപ്പിൻ്റെ ഇലയും തുളസി, സാധാ തുളസിയിൽ അതും കൂടി അരയ്ക്കും. അമ്മീമ നന്നായി കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പുഴുക്കളെന്തിന് നന്നായി കഴുകിയതിന് ശേഷം അമ്മീമ നന്നായി അരച്ചിട്ട് 1 മാസം ഇട്ടാൽ അതിൻ്റെ പിന്നെ എനിക്ക് മുഖത്തതിൻ്റെ കുരുക്കളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മുഖത്തിന് കുരു പോയത് അങ്ങനെ. പിന്നെ ഫെയർ ലവ്ലി സ്ഥിരം യൂസ് ചെയ്തിരുന്നു. ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതായത് ഫെയർ ലവ്ലി യൂസ് ചെയ്യുമ്പോൾ കുരു വരിക എന്നുള്ള പറയേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പറ്റുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പിടിച്ച് തന്നെ കുരുക്കൾ വരും. അത് വന്നത് ഉണങ്ങിയാണ് പോയി പിന്നെ വരില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞാൻ കല്യാണം പണ്ട് നാട്ടിലത്തെ ഫെയർ ലവ്ലിയിൽ യൂസ് ചെയ്തു. അപ്പോൾ അത് പറ്റി കുരുക്കൾ. പിന്നെ അതിനായിട്ട് ഗൾഫിൽ നിന്ന് കൊടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിർത്തിയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ 2 കുരുക്കളും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ കൊടുന്നതൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിലത്തെ പഠിക്കുമ്പോൾ വീണ്ടും 2-3 കുരുക്കളൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് നമ്മുടെ ഫേസിൽ എന്ത് ക്രീമായി തേച്ചൊന്ന് പിടിക്കണമായിരിക്കും നമ്മൾ ക്ഷമിക്കണം കേട്ടോ. ചിലരൊരു കുരുകൾ വരുമ്പോഴേക്കും അത് തേക്കണ്ടാവും. മുഖത്ത് കുരുക്കളില്ലാത്തവർക്ക് ഈ കടലമാവിൽ തൈര് ഒഴിച്ചിട്ട് പറ്റട്ടോ. നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇത് നല്ല ഗ്ലോ വരും കേട്ടോ സ്കിന്ന്. പിള്ളേരെ വിളിക്കട്ടെ എന്ന് വെച്ചാൽ ഇതൊന്നും പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഫേസിൽ കടലമാവൊക്കെയാണ് നമ്മൾ കുളിക്കാൻ, അതായത് ചെറിയ കുട്ടികൾ പ്രസവിച്ച കുട്ടികൾ തന്നെ മേത്ത് കുളിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് കടലമാവ് കേട്ടോ. അപ്പോൾ കടലമാവ് എത്ര കുഞ്ഞു കുട്ടികൾക്കും പറ്റി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ കുളിക്കാൻ പോണേക്കണ മുന്നേ 10 മിനിറ്റ് പാട് ഇത് പറ്റി കൊടുത്താൽ കേട്ടോ.
വരുന്നുണ്ട്. ആർക്കൊക്കെ വേണ്ട? ആവശ്യമുള്ളവരൊക്കെ വന്നോളെ. ആദ്യം വരുന്നുണ്ട് ഷർട്ട് ഇല്ലാത്ത ആളാണ്. ആ കുഴപ്പമില്ല, ഇതിൽ കാണിക്കണമെന്നല്ലേ ഉള്ളൂ. പറ്റിയാലോ അവരെണ്ണോ എൻ്റെ ഫേസിലൊക്കെ ഞാൻ പറ്റിട്ടാ. കൊടുക്കാ ഇങ്ങട്ടോ ഓഫ് ചെയ്തോ. അങ്ങനെ ഇത് ഉണങ്ങി വന്നതോടുകൂടി നമ്മൾ ഫേസ് തുടച്ചെടുക്കാണ്ട്. പക്ഷേ നമുക്കിവിടെ വെളിച്ചില്ലാത്ത കാരണമാണ് ഫേസിൻ്റെ കറക്റ്റ് നല്ല ദിവസം ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ പേക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാവരും ആ കറിയുടെ വീഡിയോ ഇടും, ആ കറിയുടെ റെസിപ്പി പറയൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പി എന്നും ഞാൻ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. ഓക്കെ, ബൈ.